എല്ലാ പ്രിയപ്പെട്ടവർക്കും സൈലം PSC സ്വാഗതം. അപ്പൊ ഇന്നത്തെ LDC കൊല്ലം കണ്ണൂർ എക്സാം ഒക്കെ കഴിഞ്ഞു അല്ലെ. അപ്പോ എക്സാം എഴുതി കഴിഞ്ഞതിൽ നിന്ന് എക്കണോമിക്സിന്റെ ചോദ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്കണോമിക്സിന്റെ ചോദ്യങ്ങൾ അത്യാവശ്യം പഠിച്ചവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ഒരു അനാലിസിസ് ലെവലിൽ ചോദിച്ചു പോയ ചോദ്യങ്ങളാണ്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു. അപ്പൊ നമുക്ക് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്റ്റഡ് ഫാക്ടുകളും കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ അതിനകത്ത് ആദ്യത്തെ ഒരു ചോദ്യം നോക്കുകയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ LPG റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ചോദിച്ചു. അപ്പൊ 1991 LPG റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച ഒരു നടപടി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതിയാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലും അതുപോലെ ക്വസ്റ്റ്യനുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി തവണ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് കറൻസി ഡീവാലുവേഷൻ. ശരിയാണ്, കറൻസി ഡീവാലുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂല്യച്യുതി. എന്താണ് ഈ ഡീവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യച്യുതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ RBI എന്ത് ചെയ്യുന്നു, അറിഞ്ഞുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം കുറയ്ക്കുകയാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ ഇറക്കുമതി കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, കറൻസി നമ്മൾ ഡീവാലുവേറ്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമുക്ക് $1 മേടിക്കാൻ അല്ലെങ്കിൽ $1 നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് രൂപയുടെ മൂല്യം എന്ന് പറയുന്നത് നേരത്തെ 80 രൂപയായിരുന്നു എന്ന് വിചാരിക്കാൻ. എത്രയായിരുന്നു? 80 രൂപയായിരുന്നു. നമ്മൾ കറൻസി ഡീവാലുവേറ്റ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് $1 മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 100 രൂപ കൊടുക്കണം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇപ്പൊ നേരത്തെ നമുക്ക് $1 മേടിക്കണമെങ്കിൽ 80 രൂപ കൊടുത്താൽ 80 രൂപ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ $1 മേടിക്കണം എന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? 100 രൂപ കൊടുക്കണം. എങ്കിൽ ഇതിനെയാണ് നമ്മൾ കറൻസി ഡീവാലുവേഷൻ അല്ലെങ്കിൽ മൂല്യച്യുതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരുപാട് തവണ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ശരിയാണ്. എന്തിന് ഗവൺമെന്റ് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനാണ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഇന്ത്യയിലുള്ള ഒരു കർഷകൻ, ഇന്ത്യയിലുള്ള ഒരു കർഷകൻ പുള്ളിക്കാരൻ ആപ്പിള് കയറ്റുമതി ചെയ്യണം വിചാരിച്ചോളൂ. ആപ്പിള് കയറ്റുമതി ചെയ്യുമ്പോൾ ഇത് പുറം രാജ്യത്ത് കൊണ്ടുപോയി വിൽക്കുമ്പോൾ പുള്ളിക്കാരന് 1 കിലോ ആപ്പിളിന് കിട്ടുന്ന വില എന്ന് പറയുന്നത് $1 ആണ് എന്ന് വിചാരിക്കാം. $1 അവിടെ വിലയിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പുള്ളിക്കാരൻ ഇപ്പോഴും 1 കിലോ ആപ്പിൾ വിൽക്കുമ്പോൾ കിട്ടുന്ന $1 തന്നെയാണ്. പക്ഷേ നമ്മൾ കറൻസി ഡീവാലുവേറ്റ് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് സെയിം $1 തന്നെയാണ് പുള്ളിക്കാരന് കിട്ടുക. പക്ഷെ 80 രൂപ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ $1 എന്ന് പറയുമ്പോൾ ഇപ്പൊ പുള്ളിക്കാരൻ എത്ര കിട്ടുന്നുണ്ട്? 100 രൂപ കിട്ടുന്നുണ്ട്. ശരിയാണ്. അപ്പൊ കയറ്റുമതിയെ തീർച്ചയായിട്ടും എന്ത് സഹായിക്കും? നമ്മുടെ കറൻസി ഡീവാലുവേഷൻ സഹായിക്കും എന്നൊക്കെ ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇറക്കുമതിയെ സംബന്ധിച്ചിടത്തോളം $1 സാധനം നമ്മളിപ്പോ മേടിക്കണം എന്നുണ്ടെങ്കിൽ എത്ര കൊടുക്കണം? നമുക്കിപ്പോ നേരത്തെ 80 രൂപ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇറക്കുമതി ചെയ്യുന്ന ഒരു സാധനത്തിന് ഇപ്പൊ $1 സാധനത്തിന് 100 രൂപ കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻസി ഡീവാലുവേഷൻ എന്ന് പറയുന്ന കയറ്റുമതിയെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇറക്കുമതിയെ എന്ത് ചെയ്യുന്നില്ല, അത്ര കണ്ടം കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ശരിയാണ്. അപ്പൊ ബാലൻസ് ഓഫ് പേയ്മെന്റ് മറികടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കറൻസി ഡീവാലുവേഷൻ ചെയ്തത് അല്ലെങ്കിൽ രൂപയുടെ മൂല്യം കുറച്ചത്. ശരിയാണ്. അപ്പൊ ബാലൻസ് ഓഫ് പേയ്മെന്റ് മറികടക്കാൻ എന്ത് ചെയ്തു, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി എന്നുള്ളതാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയിട്ടുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ കണ്ട സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചെന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. അങ്ങനെ ഇപ്പൊ എലിമിനേറ്റ് ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നത്. ശരിയാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോഴേക്ക് ഡയറക്റ്റ് ആയിട്ട് ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കുറെ തവണ പറഞ്ഞിട്ടുണ്ട്, ആദ്യമേ തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ശരിയാണോ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തെറ്റാണോ ചോദിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കണം. ശരിയാണ്. ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഹരിത വിപ്ലവത്തിന്റെ നേട്ടത്തെ പറ്റിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അപ്പോ ഹരിത വിപ്ലവത്തിന്റെ നേട്ടമല്ല ചോദിച്ചേക്കുന്നത്, ഹരിത വിപ്ലവത്തിന്റെ കോട്ടത്തെ പറ്റിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. ശരിയാണ്. ഇവിടെ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലുമുള്ള വർധനവ് എന്ന് പറയുമ്പോൾ നേട്ടമാണ് എന്ന് ഏതൊരാൾക്ക് ചിന്തിക്കാമല്ലോ. അടുത്ത വരുമാന വർധനവ് അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് നേട്ടമാണ്. ഇവിടെ വായിക്കുമ്പോൾ ഗ്രാമീണ അസമത്വം,
ഗ്രാമീണ അസമത്വം വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു നേട്ടമായിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോ ഇവിടെ ക്വസ്റ്റ്യനിൽ ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചുകൊണ്ട് നമുക്കിവിടെ ഗ്രാമീണ അസമത്വമാണ് ആൻസറിൽ വരേണ്ടത് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ക്ലിയർ? എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 15ാമത്തെ ചോദ്യം, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറംകര നൽകൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകളേവ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് +2 NCERT അല്ലെ, +2 NCERT ഇതിനെ പറ്റി പക്ക പറയുന്നുണ്ട്. +2 NCERT ഏറ്റവും പുതുക്കിയ പാഠം 2024-25 തന്നെ വായിക്കണം. ഇത് വായിക്കുമ്പോൾ LPG റിഫോംസ് പറയുന്ന പാഠഭാഗം ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഈസി എക്കണോമിക്സ് എന്ന് പറയുന്ന ചാനലിലൊക്കെ ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യയെ ഒരു ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ശരിക്കും എന്തൊക്കെ സഹായിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. 2, നമ്മൾ നോക്കുകയാണെങ്കിൽ കുറഞ്ഞ വേതന നിരക്കിൽ എന്ത് ചെയ്യായിരുന്നു, സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടും എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റും. ശരിയാണ്. അപ്പൊ ഔട്ട്സോഴ്സിംഗില് അല്ലെങ്കിൽ പുറംവാങ്ങൽ എന്തിന്റെ ഭാഗമാണ്? LPG റിഫോംസിന്റെ ഭാഗമാണ്. എങ്കിൽ LPG റിഫോംസില് നമ്മുടെ പ്രൈവറ്റൈസേഷന്റെ ഭാഗമാണോ, ലിബറലൈസേഷന്റെ ഭാഗമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമാണോ, സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമാണോ, അതേ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമാണോ നമ്മുടെ ഔട്ട്സോഴ്സിംഗ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ആൻസർ വായിക്കുകയാണെങ്കിൽ വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങളും കുറഞ്ഞ വേതന നിരക്കുമാണ്. അപ്പൊ 1 and 2 ആണ് ആൻസറിൽ വരേണ്ടത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെയും നമ്മൾ ചോദിച്ചേക്കുന്നത് ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ, നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം നോക്കുകയാണെങ്കിൽ, GDPയുടെ വരുമാനം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുമാനം തരുന്നത് ഏത് മേഖലയാണ്? സേവന മേഖലയാണ്. 50% വരുമാനം തരുന്ന മേഖല എന്ന് പറയുന്നത് സേവന മേഖലയാണ്. ശരിയാണ്. ഇനി നമ്മുടെ രാജ്യത്തിന്റെ GDPയിലേക്ക് ഏറ്റവും കുറവ് വരുമാനം തരുന്ന മേഖലയാണ് ആര്? നമ്മുടെ കൃഷി എന്ന് പറയുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദേശീയ വരുമാനത്തിലെ പ്രധാന പങ്ക് എന്നുള്ളതാണ് ശരിയല്ലാത്തത് അല്ലെ. ദേശീയ വരുമാനത്തില് ഏറ്റവും കുറവ് വരുമാനം തരുന്ന മേഖലയാണ് ആര്? കൃഷി. എന്ന് പറയുന്നത് ഏകദേശം 20% മാത്രമേ കൃഷിയിൽ നമുക്ക് വരുമാനം കിട്ടുന്നുള്ളൂ. ശരിയാണ്. പിന്നീട് സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ തീർച്ചയായിട്ടും അത് കൃഷി തന്നെയാണ്. കൃഷി ഉണ്ടാവണം എന്തിന്? സാമ്പത്തിക വികസനത്തിന്. വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറയ്ക്കും എന്ത് വേണം? റോ മെറ്റീരിയൽ ആയിട്ടൊക്കെ എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ, കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നീട് പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് കൃഷിയിലാണ്. നമ്മൾ ഈ പറയുന്ന പോലെ അസംഘടിത മേഖലയിലാണ് ഒരുപാട് പേരും ജോലി ചെയ്യുന്നത്. ഇന്ത്യയിൽ നോക്കുമ്പോൾ 50% ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയാണ് കൃഷി എന്നൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ GDPയിലേക്ക് ഏറ്റവും കുറവ് വരുമാനം തരുന്നത്. അത് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന അസമത്വത്തിനുള്ള പ്രധാന കാരണം എന്ന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു വെച്ചു. ശരിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അസംഘടിത മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ ഒരു മൂല കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ നമുക്കിവിടെ ഓപ്ഷൻ ഡി വരെ എന്താണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയാണെന്ന് പറയാം. അപ്പൊ ശരിയല്ലാത്തത് ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക് എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ സ്വയം പദ്ധതി എന്ന് പറയുന്നത് 2017 മുതൽ വന്നുവെങ്കിലും അടുത്തിടെ വന്ന ഇടക്കാല ബഡ്ജറ്റിലൊക്കെ നമ്മുടെ സ്വയം പദ്ധതിയെ പറ്റി പറയുന്നതായിരുന്നു. ഇപ്പൊ വന്ന ബഡ്ജറ്റിലും നമ്മൾ എന്ത് ചെയ്തു? ആ യുവശക്തിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ സ്വയം പദ്ധതിക്ക് ഇമ്പോർട്ടന്റ് ഉണ്ട്. ശരിയാണ്. 4 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്തത്? നമ്മുടെ ഇടക്കാല ബഡ്ജറ്റിലും ഫുൾ ബഡ്ജറ്റിലുമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. അതെല്ലാവർക്കും അറിയാം. അതിനകത്ത് ഒരെണ്ണമാണ് യുവശാക്തീകരണം. യുവശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? സ്വയം പദ്ധതി പറയാൻ പറ്റുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? സ്വയം പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ എന്താണ് ഈ സ്വയം പദ്ധതി? പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്വയം പദ്ധതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ചോദ്യം നോക്കുകയാണെങ്കിൽ അവസാനത്തെ ചോദ്യം, നിതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? നമ്മളിത് ഒരുപാട് തവണ ക്ലാസ്സുകളിൽ എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ്. ശരിയാണ്. നിതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിതി ആയോഗ് എന്ന് പറയുന്ന ഒരു തിങ്ക് ടാങ്ക് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. ശരിയാണ്. നിതി ആയോഗിന് എന്ന് പറയുന്ന 2 ഹബ്ബ് ഉണ്ട് അല്ലെ? ആ ടീം ഇന്ത്യ ഹബ്ബും അതുപോലെ ഇന്നോവേഷൻ ഹബ്ബും. ഇന്നോവേഷൻ ഹബ്ബാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി മേക്കിംഗ് കാര്യങ്ങളിലും ഒക്കെ ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇന്നോവേഷൻ ഹബ്ബാണ്. എന്ന് പറയുമ്പോ ഇവിടെ ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്ന പ്രധാനമന്ത്രിയാണ് നിതി ആയോഗിന്റെ. ശരി തന്നെയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുക, ശരി തന്നെയാണ്. അടുത്ത് വിദഗ്ധോപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളതും ശരി തന്നെയാണ്. അപ്പൊ ഇവിടെ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് നമ്മൾ ഇവിടെയും ചോദിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള പവറൊന്നും ആർക്കില്ല? നിതി ആയോഗിനില്ല എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ശരിയായിട്ട് വരാം. അപ്പൊ നമുക്കിപ്പോ കഴിഞ്ഞ LDC ട്രിവാൻഡ്രം അതുപോലെ കൊല്ലം കണ്ണൂര് എക്സാം നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുവരെ അത്യാവശ്യം സിലബസിനകത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ PSC ചോദിച്ചിട്ടുള്ളത് അല്ലെ? പ്രധാനമായിട്ടും ഹരിത വിപ്ലവത്തിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നീട് അതുപോലെ നവസാമ്പത്തിക പരിഷ്കരണം, ഇപ്പൊ നമുക്ക് 2 ചോദ്യം കിട്ടി. കഴിഞ്ഞ LDC ട്രിവാൻഡ്രത്തിന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ? ധനകാര്യ മേഖലയിൽ നിന്ന് ഒരു ചോദ്യം കൂടി ഉണ്ട്, ഒറ്റ ചോദ്യം കൂടെ. ധനകാര്യ മേഖലയിൽ നിന്ന് നമുക്കൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ? ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് മുദ്ര എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. മുദ്ര എന്ന് പറയുമ്പോൾ ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏത് മുദ്രാ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. മുദ്രാ ലോൺ നമുക്ക് എല്ലാവർക്കും അറിയാം. 3 ടൈപ്പ് ലോൺ ഉണ്ടെന്ന് നമുക്കറിയാം. ശരിയാണ്. ഏതൊക്കെയാ? നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെ 3 വിഭാഗത്തിലാണ് എന്ത് ചെയ്യുക മുദ്രാ ലോണിലൂടെ നമുക്ക് ലോൺ ലഭ്യമാവുക. അപ്പൊ അതിനകത്ത് നമ്മുടെ തരുൺ വിഭാഗത്തിലാണെങ്കിൽ 10 ലക്ഷം രൂപ വരെ ആയിരുന്നു ലോൺ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ അടുത്തിടെ നമ്മുടെ ഈ ബഡ്ജറ്റില് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പറയുന്ന പോലെ മുദ്രാ ലോണിലൂടെ കിട്ടുന്ന എത്ര രൂപ വരെ നമുക്ക് ലോൺ ലഭ്യമാകും? അടുത്തിടെ ബഡ്ജറ്റിൽ അതിന്റെ വിഹിതം കൂട്ടിയിരുന്നു. നേരത്തെ അത് 10 ലക്ഷമായിരുന്നു എങ്കിൽ നിലവിലിപ്പോ മുദ്രാ ലോണിലൂടെ എത്ര തുക വരെയാണ് മാക്സിമം തരുൺ കാറ്റഗറിയിൽ നമുക്ക് ലഭ്യമാവുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്, അതൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് കൃത്യമായിട്ട് സിലബസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ ഹരിത വിപ്ലവം, നവസാമ്പത്തിക പരിഷ്കരണങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ തന്നെയാണ് കൃത്യമായിട്ട് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് PDF-ഉം അതുപോലെ തന്നെ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയത് തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോ എക്കണോമിക്സ് അത്ര വലിയ ടഫ് ഒന്നും അല്ല, നമുക്ക് അത്യാവശ്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. അപ്പോ ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കും പഠിക്കുന്നവർക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ എന്ത് ചെയ്യണം? എക്കണോമിക്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പോ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഒറ്റ കാര്യം കൂടി, നമ്മളിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ബാച്ച് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നത് സെപ്റ്റംബർ 4-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് ആരംഭിക്കുന്നത്. അപ്പൊ അത് പ്രിലിംസ് ബാച്ച് മാത്രമല്ല, അതിൽ പ്രിലിംസും മെയിൻസും സ്പെഷ്യൽ ടോപ്പിക്കും ഇൻക്ലൂഡഡ് ആണ്. പ്രിലിംസും മെയിൻസും സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ നമുക്ക് ഫീസ് എന്ന് പറയുന്നത് വെറും 3999 രൂപയേ ഉള്ളൂ ഒരു വർഷത്തേക്ക്. ഓക്കെ, ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ എന്താണോ എക്സാം അന്ന് വരെ ഉള്ള ഫീസ് എന്ന് പറയുന്നത് വെറും 3999 രൂപയേ ഉള്ളൂ. അപ്പൊ താമസിക്കേണ്ട, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു. ബൈ.